നമസ്കാരം, ഞാൻ മൃണ. 130-ലേറെ ഉണ്ടായിരുന്ന ഇറച്ചിക്കോഴി വില 90-കളിലെത്തിയിട്ടും കോഴിയിറച്ചി വിലക്കുറവിൽ നിന്നുള്ള ലാഭം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ റെസ്റ്റോറന്റ് ഉടമകൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള വാർത്തകൾ എല്ലാവർക്കും ന്യൂസ് എഡിറ്റർ ആവാൻ പറ്റുന്ന വാട്സാപ്പ് മുതൽ ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ ഇറച്ചിക്കോഴിയുടെയോ അരിയുടെയോ ഉള്ളിയുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ വില കുറയുമ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ റെസ്റ്റോറൻറ്റുകൾക്ക് പറ്റുമോ? ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ഭാഷയിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലും അതുപോലെയുള്ള ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിലൊക്കെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയാലോ അല്ലേ? നമ്മൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഒരു ലോണോ ബിസിനസിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഒരു വണ്ടി വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ്. ടാക്സ് സ്വാഭാവികമായിട്ടും ടാക്സ് കൊടുക്കുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോ അതിനെക്കുറിച്ച് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, അത് ഞാൻ പറയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് തേയ്മാനമാണ്. ഫർണിച്ചറിന് തേയ്മാനം സംഭവിക്കും, ബിൽഡിങ്ങിന്, നമ്മുടെ വാഹനങ്ങൾക്ക്, അങ്ങനെ പല 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 തേയ്മാനങ്ങളുണ്ടാവും. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളൊരു പൈസ ഉണ്ട്, ഒരു മൂലധനം. ആ മൂലധനം നമുക്കൊരു പോയിന്റ് എത്തുമ്പോഴെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? സാധാരണ 5 കൊല്ലത്തേക്ക് ആൾക്കാർ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 3 കൊല്ലം 5 കൊല്ലമൊക്കെയാണ് സാധാരണ റിട്ടേൺസ്. കാരണം ഇന്ന് പലപ്പോഴും ബിസിനസ്സുകൾ ഹൈ റിസ്ക് ആണ്, വളരെയധികം റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ മൂലധനം നമുക്ക് കുറച്ചുകൂടെ നേരത്തെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ധാരണ പൊതുവെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. എനിവേ 7 കൊല്ലം കൊണ്ടായാലെങ്കിലും മൂലധനം തിരിച്ചു കിട്ടണമല്ലോ. അപ്പൊ അതുപോലുള്ള ഫൈനാൻഷ്യൽ കോമ്പണൻസ് ആണ് ഈ പറയുന്ന സാധനങ്ങൾ. നീതിപൂർവം വലിയ കുഴപ്പങ്ങളൊന്നും കാണിക്കാതെ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആവുമ്പോൾ ഈ കോമ്പണന്റ് വരുമാനത്തിന് ഒരു 20% ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ വരുമാനം ഇപ്പോൾ ഒരു ദിവസം 1 ലക്ഷം രൂപയാണെങ്കിൽ ഈ കോമ്പണന്റ് 20,000 രൂപയുടെ അടുത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കൊടുത്ത് ഒരു ചെറിയൊരു പ്രോഫിറ്റ്, വളരെ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വളരെ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും കേട്ടോ, അങ്ങനെ ഹ്യൂജ് ആയിട്ടൊരു എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം ഈ പറയുന്ന കോമ്പണൻസിന്റെ വലുപ്പം കൂടും. അതുകൊണ്ട് തന്നെ അതും 20% തന്നെ വേണം. അപ്പോൾ ബാക്കി 80%, റവന്യൂവിന്റെ 80% നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് വേണം നമ്മൾ ഉപ്പ് മേടിക്കുന്നത് മുതൽ റെസ്റ്റോറൻറ്റിലെ മാനേജറുടെ സാലറി കൊടുക്കുന്നതും ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നതും എല്ലാം ചെയ്യാം. അപ്പോൾ ആ 80% എങ്ങനെയാണ് പൊതുവെ ഒരു റെസ്റ്റോറൻറ്റ് ചെലവാക്കുന്നത് നമുക്ക് നോക്കാം. ഇതില് ഒന്നും പെടാത്ത കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. മറ്റേ ബില്ല് തരാത്ത, വായുവിൽ എഴുതി കൂട്ടുന്ന ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സാധാരണഗതിയിൽ ന്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 3 സംഭവങ്ങൾ റെസ്റ്റോറൻറ്റുകൾ പൊതുവെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തത് പലവിധ ടാക്സുകൾ. ഇപ്പം നമ്മളൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിലേക്കുള്ള പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കണം. ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഡയറക്ടർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഡിവിഡൻഡിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. ഇതിനൊക്കെ മുമ്പേ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടാക്സ് ഈ രാജ്യത്തുണ്ട്, അതാണ് GST. അപ്പോൾ ആ GST നമ്പറൊക്കെ പ്രദർശിപ്പിച്ച് മര്യാദക്ക് ഒരു ബില്ലൊക്കെ കൊടുത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇതൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ എന്തു ആവാലോ. ഇതിൽ ഉൾപ്പെടുത്താത്ത രണ്ടാമത്തെ കൂട്ടര് അന്യായമായ വില വാങ്ങുന്നവരാണ്. പാലക്കാട് യാക്കര ഭാഗത്തൊരു കടയുണ്ട്. അപ്പൊ ഞാൻ സാധാരണ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകൾ, നല്ല ഇടങ്ങൾ കണ്ടുപിടിക്കാൻ പരിചയക്കാരോട് ചോദിക്കും. പിന്നെ ഫേസ്ബുക്കിൽ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈറ്റ് കൊച്ചി ഈറ്റ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള പിന്നെ ചില ഗ്രൂപ്പുകൾ, കോഴിക്കോടുള്ളത്, എല്ലായിടത്തും ഉണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിലൊക്കെ ശ്രദ്ധിച്ചിട്ട് ചില സംഭവങ്ങൾ നോക്കും. പിന്നെ ഒരു കാര്യം ചെയ്യുന്ന ടേസ്റ്റി സ്പോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ഒന്നാമത് നടത്തുന്നത് നമ്മുടെ കുറച്ച് പരിചയക്കാരാണ്. അപ്പൊ അവര് വളരെ ന്യായമായ രീതിയിലാണ് അതിനകത്ത് സംഭവങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ അത് നോക്കിയിട്ട് ഞാൻ പോവാറുണ്ട്. ഇപ്പൊ സൊമാറ്റോ ആയാലും ട്രിപ്പ് അഡ്വൈസർ ആയാലും കേരളത്തിൽ അങ്ങനെ കവർ ചെയ്ത് അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ടേസ്റ്റി സ്പോട്ടാണ് ഒരു വഴി. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഈ കടയിൽ പോയി. ഈ കടയിൽ ഞങ്ങൾ സേലത്ത് പോകുന്ന വഴിക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് പോയത്. അപ്പൊ ഞങ്ങള് ഒരു തരക്കേടില്ല, അതൊരു കാറിലാണ് അവിടെ ചെന്ന് ഇറങ്ങുന്നത്. അതൊരു പാരയാവുന്ന ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേര് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് ഒരു സാധാരണ സ്ഥലം, ഒരു വീട്, ഒരു മുഴുവനായിട്ട് ഫർണിഷ് പോലും ചെയ്തിട്ടില്ലാത്തൊരു വീട് പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ എന്തോ 1800 രൂപ എങ്ങാനും ബില്ലായി. അപ്പൊ ഒരു മീൻ പൊരിച്ചതിന് 600 രൂപയോ, ഒരു ചെറിയ ഇത്രയുള്ള പാത്രത്തിലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തതിന് 350 രൂപ. അതായത് 100 രൂപയ്ക്കും 120 രൂപയ്ക്കൊക്കെ
എറണാകുളം ടൗണിലും അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിലൊക്കെ വലിയ വലിയ ടൗണുകളിൽ കിട്ടുന്ന സാധനം പോലും ഇത്രയും 3 ഇരട്ടി ഒക്കെ വിലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൂപ്പരോട് ഇത് എന്താ ഇത്രയും വലിയ വില എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അതാണ് അവിടെ വില വിവര പട്ടികയില്ല. അതാണ് ഈ GST നമ്പർ കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രദർശിപ്പിക്കാൻ ബാധ്യസ്ഥരായ വേറൊരു സാധനം. വില വിവര പട്ടികയില്ല. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ബൈ ഡീഫോൾട്ട് വിചാരിക്കുന്നത് ഊണിന് ഒരു 50-60 രൂപ കാണും. അപ്പൊ അയാള് തരുന്ന കറികൾക്ക് ഒരെണ്ണത്തിന് സാധാരണ നമ്മൾ എറണാകുളം ടൗണിൽ കൊടുക്കുന്ന അതിനേക്കാൾ ഒരു 10-20% കുറവാണ് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം പാലക്കാടാണ്, ഉള്ളിലാണ്, ടൗൺ ഭാഗത്തേ അല്ല. എന്നിട്ട് അയാൾ ഒരു കുഴപ്പമില്ലാതെ ഈ കാശ് ഞങ്ങളുടെ നിന്ന് പിടിച്ചു വാങ്ങി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സ്ഥിരം പരിപാടിയാണെന്ന്. അതായത് വലിയൊരു കാറിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ബില്ല് ചെയ്യും. ഒരു ഇടത്തരം കാറാണെങ്കിൽ അതിനനുസരിച്ച് ബില്ല്. മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ കുറച്ച് കുറയ്ക്കും. സൈക്കിളിലാണെങ്കിൽ ഭക്ഷണം കൊടുക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്നുള്ള ധാരണ ഉണ്ടായിരിക്കും. ഇപ്പൊ 1.5 ലക്ഷം രൂപയുടെ മെർസിഡീസിന്റെ സൈക്കിളൊക്കെ ഉണ്ടെന്ന് കേട്ടു, അത് വേറെ വിഷയം. അപ്പോ ഇങ്ങനെ ഒരു നീതിബോധവും ഇല്ലാതെ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അയാൾ വിചാരിക്കുന്നുണ്ടാവുക ഇപ്പൊ നമ്മള് ഒരു ന്യായമായി നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആയിട്ട് താരതമ്യം ചെയ്താല് നമ്മൾ ഒരു നേരം അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ 2 പേര് ഭക്ഷണം കഴിച്ചാൽ അതിലേക്ക് ഒരു 50 രൂപയായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മുടെ വാസുവേട്ടന്റെ കടയോ അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒതേൻസോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കേരള ഹോട്ടലോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ ഒരു 50 രൂപയൊക്കെ ആയിരിക്കും 2 പേരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ ജീവിതകാലത്ത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ ഓഫീസിനടുത്തോ അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലത്ത് ഒരു റെസ്റ്റോറന്റിൽ 30-40 തവണയല്ലേ പോവുള്ളൂ. കാരണം നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ 25 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് 100 തവണ ഒരാൾ ഒരു ജീവിതകാലത്ത് ഒരു റെസ്റ്റോറന്റിൽ പോയാൽ തന്നെ എത്രയാ കിട്ടുക? 2500 അല്ലേ? അപ്പൊ 50 തവണ പോയി കഴിഞ്ഞാൽ 1750 കിട്ടുള്ളൂ. ഈ പാലക്കാട്ടെ ഈ കടക്കാരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒറ്റ തവണയുണ്ട് ആ കാശങ്ങ് പിടിച്ച് മേടിക്കുക. അയാളിനി അങ്ങോട്ട് വരണ്ട. അപ്പൊ സുഖമായില്ലേ? ഒറ്റ തവണ അയാളെ കണ്ടാൽ മതി, അയാളുടെ കയ്യിൽ നിന്ന് മാക്സിമം കാശൊക്കെ പിടിച്ച് മേടിക്കുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മറ്റവര് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ടേസ്റ്റ് നിലനിർത്തി ഇത്രയും സ്റ്റാഫിന്റെ കാര്യങ്ങളെല്ലാം നോക്കി വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ചെയ്ത് ഒരു ജീവിതകാലം കൊണ്ട് നേടുന്നത് ഇയാൾക്ക് ഒറ്റയടിക്ക് കിട്ടും. എളുപ്പമല്ലേ? അങ്ങനെയുള്ളവരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ താല്പര്യമില്ല. കാരണം അവര് വേറെ എന്തൊക്കെയോ ആണ് അവരുടെ ഉദ്ദേശം. ഭക്ഷണം ഉണ്ടാക്കിയ നാട്ടുകാർക്ക് കൊടുക്കലല്ല അവരുടെ ഉദ്ദേശം. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ വൃത്തി, അതുപോലെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, ഇപ്പൊ ടോയ്ലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തരുന്ന പ്ലേറ്റുകളുടെ വൃത്തി ആയിക്കോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർ. അവർ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നിർവാഹമില്ല. കാരണം അതിനൊക്കെയാണ് ഒരു റെസ്റ്റോറന്റ് ഒരുപാട് സ്റ്റാഫിനെ വെക്കുന്നതും ഒരുപാട് എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഒരു സാധാരണ റെസ്റ്റോറന്റ് പാത്രം കഴുകുക ഡിഷ് വാഷറിലാണ്. നല്ല ഡിഷ് വാഷറിന് നല്ല കാശുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല പൈസ വേണം. അതുപോലെ പ്ലേറ്റ് വാർമർ വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഒരു ശരാശരി റെസ്റ്റോറന്റ് തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അതിനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്. ഈ ചില റെസ്റ്റോറന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാൾ കഴിച്ച പ്ലേറ്റ് എടുത്തിട്ട് ഒരു വലിയ ബക്കറ്റ് പോലത്തെ സംഭവത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് മുക്കിയെടുക്കും. എന്നിട്ട് അതിനകത്ത് ചോറ് വിളമ്പിയിട്ടാണ് അടുത്താക്കി കൊടുക്കുക. അപ്പൊ ഈ പ്ലേറ്റിന്റെ അടിയിൽ വല്ല വേസ്റ്റ് ഉണ്ടോ, കഴിഞ്ഞ ആൾ കഴിച്ചതിന്റെ മീനിന്റെ മണം ബാക്കിയുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് ചോറുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചോറല്ലേ കാണുള്ളൂ. അങ്ങനെ ഒരു പാത്രത്തിലുള്ള വെള്ളത്തിൽ ഇപ്പൊ ഡെയിലി 200-300 പ്ലേറ്റ് ഇങ്ങനെ മുക്കിയെടുത്ത് കൊടുക്കുന്ന ആൾക്കാർ നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ന്യായമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 4-5 കോമ്പണൻസ് കഴിഞ്ഞാൽ അവർക്ക് റവന്യൂല് അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക ഏകദേശം 80%. റവന്യൂവിന്റെ 80%. അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, അതെങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റിന്റെ വില കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഗ്രീഡിയന്റുകളുടെ വില കുറഞ്ഞാൽ ഭക്ഷണത്തിന് വില യഥാർത്ഥത്തിൽ കുറക്കാൻ പറ്റുമെന്ന് നോക്കാൻ. നമുക്ക് ഇടത്തരം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ കൂടിയ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ആലോചിക്കാം. ഇടത്തൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ AC ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നല്ല വൃത്തി ഉണ്ടാവും, വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ഉണ്ടാവും, ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ വാലേ പാർക്കിംഗ് വരെ ഉണ്ടാവും. ഒന്നാമത്തെ ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഒരു 4 പേര് പോയി ഭക്ഷണം കഴിച്ച് ഒരു 500 മുതൽ 800 രൂപയായിരിക്കും ബില്ല്. രണ്ടാമത്തെ ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഒരു 4 പേര് പോയി ഭക്ഷണം കഴിച്ചാൽ 800 രൂപയുടെ മേലേക്ക് പോകും. ഒന്നാമത്തെ ടൈപ്പ് റെസ്റ്റോറൻറ്റ്സിന് ഈ സൗകര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ട ചിലവ് ഏകദേശം ഒരു 30% ആയിരിക്കും. അതായത് മൊത്തം വരുമാനത്തിന് 30%. രണ്ടാമത്തെ ടൈപ്പ് റെസ്റ്റോറൻറ്റിന് 40% വരെ പോകും.
കാരണം അവർ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പോൾ 20% ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷനിൽ പോയി. ഇടത്തരം റെസ്റ്റോറൻറ്റിന് 30% ചിലവിലേക്ക് പോയി. കുറച്ച് കൂടിയ റെസ്റ്റോറൻറ്റ് 40% ചിലവിലേക്ക് പോയി. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 20, 30, 50 പോയി. രണ്ടാമത്തെ കേസിൽ 20, 40, 60 പോയി. ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റുകൾക്ക് റവന്യൂവിൻ്റെ 50%, ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റുകൾക്ക് റവന്യൂവിൻ്റെ 40%ആണ് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നീക്കി വെക്കാൻ പറ്റുക. ഈ ഒരു കോസ്റ്റിനെ റെസ്റ്റോറൻറ്റുകളുടെ ഭാഷയിൽ ഫുഡ് കോസ്റ്റെന്നോ അക്കൗണ്ടൻറ്റുകളുടെ ഭാഷയിൽ കോസ്റ്റ് ഓഫ് സെയിൽസെന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസെന്നോ വിളിക്കാം. ഈ ഒരു കോസ്റ്റ്, ഫുഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസിന് മേടിക്കാനുള്ള കാശ്, കുക്കിംഗ് ഫ്യൂവൽ, ഗ്യാസ് ആവാം, വിറകാവാം, എന്തും ആവാം, അതിൻ്റെ കോസ്റ്റ്, അതിന് പുറമെ പാക്കിംഗ് മെറ്റീരിയൽ, ഇത്രയും സാധനങ്ങൾ ചേർന്നതാണ്. കേരളത്തിൽ സാധാരണ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബിരിയാണിയുടെയാണ് ഈ കാണുന്നത്. ഏകദേശം 70 രൂപയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വരിക. അപ്പോൾ 175 രൂപയ്ക്ക് ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിന് അത് മിനിമം വിൽക്കേണ്ടി വരും. നമ്മളിപ്പോൾ നെയ്മീൻ ഫ്രൈയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1 കിലോ നെയ്മീൻ മേടിക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, വേസ്റ്റേജ് ഉണ്ടാവും. 1 കിലോയിൽ നിന്ന് മാക്സിമം 10 പീസ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. എല്ലാം നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ് 165, ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് 205, ആ റേഞ്ചിൽ വിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ, നമ്മുടെ എല്ലാവരുടെയും ദേശീയ ഭക്ഷണത്തിൽ പെട്ടൊരു സാധനമാണല്ലോ. ബീഫ് ഡ്രൈ ഫ്രൈ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ് 140ക്കും ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് 175 മിനിമം അത് വിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം ഉള്ള പ്രോലിറ്റേറിയൻ ഡ്രിങ്ക് എന്ന് പറയുന്ന ചായ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റിന് 10-14 രൂപയ്ക്കും ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിന് 17 രൂപയുടെ മേലെയും വിൽക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന റേഞ്ചിനുള്ളിൽ പ്രൈസ് പിടിച്ചു നിർത്താൻ പറ്റുക. ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട്, പൊറോട്ടയുണ്ട്, പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ വിലയിലൊരു വ്യത്യാസം വന്നാൽ വളരെയധികം ഈ സംഭവങ്ങൾ മാറില്ല. കാരണം ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ബിരിയാണിയുടെ മാത്രം വില കുറയ്ക്കാൻ പറ്റില്ല. കാരണം അന്ന് നെയ്മീൻ്റെ വില ചിലപ്പോൾ ലേശം കൂടുതലായിരിക്കും. ഇപ്പോൾ ചിക്കൻ്റെ വില കിലോയ്ക്ക് 20 രൂപ കുറഞ്ഞു. അന്ന് നെയ്മീൻ ചിലപ്പോൾ കിലോയ്ക്ക് 50 രൂപ കൂടിയിട്ടുണ്ടാവും. അപ്പം നെയ്മീൻ ഫ്രൈ അന്ന് വില കൂട്ടി വിറ്റിട്ട് ബിരിയാണി വില കുറച്ച് വിൽക്കുക, ഇതൊന്നും അങ്ങനെ പ്രാക്ടിക്കലി പലപ്പോഴും പോസിബിൾ ആവില്ല. നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. പല ഫിഷിൻ്റെയും വില ആസ് പെർ സൈസ് അല്ലേ, ആസ് പെർ മാർക്കറ്റ് പ്രൈസ് അല്ലേ, തോന്നിയ പോലെ ചാർജ് ചെയ്യുന്നില്ലേ. പക്ഷെ ഊടിൻ്റെ കൂടിയുള്ള നെയ്മീൻ ഫ്രൈഡേയൊക്കെ വില അങ്ങനെ മാറ്റുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. വല്ല കരിമീൻ മപ്പാസോ അതുപോലുള്ള സാധനങ്ങളാണെങ്കിൽ മാത്രമേ ഒരു വില വ്യത്യാസം ഡെയിലി മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ ചില സംഭവങ്ങളുണ്ട് തീരെ കോസ്റ്റ് കുറഞ്ഞത്. ഇപ്പോൾ പൊറോട്ട 1 കിലോ മൈദയിൽ നിന്ന് നമുക്ക് 10-18 പൊറോട്ട ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പൊറോട്ടയ്ക്ക് ആകെ 5 രൂപയുടെ റേഞ്ചിലേ കോസ്റ്റ് വരുള്ളൂ. പൊറോട്ടയ്ക്ക് ഒരുപാട് കുക്കിംഗ് ഫ്യൂവലും ഒരുപാട് ഓയിലും വേണം, എന്നാലും ഒരു 5 രൂപ 6 രൂപയിലെ കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 15 രൂപയ്ക്കൊക്കെ അത് വിറ്റ് കഴിഞ്ഞാൽ ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് 15 രൂപയ്ക്ക് വിൽക്കുമ്പോഴും 1-2 രൂപ അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടും. പക്ഷേ അത് പല സ്ഥലത്തും ചിലവായി പോകുന്നുള്ളതാണ് വാസ്തവം. പല സംഭവങ്ങളും ഇപ്പോൾ ഹൈലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ പരിപ്പിൻ്റെ വില, ഞാൻ മീൽസിൻ്റെ കോസ്റ്റ് എടുക്കാഞ്ഞിട്ടാണ്. കാരണം മീൽസിൻ്റെ കോസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് വളരെ കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം 10-17 ഡിഷസ് വെച്ചിട്ട് ആണ് ഒരുപാട് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ്സ് മീൽസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പിൻ്റെ വില, അതുപോലെ പല പച്ചക്കറികളുടെ വില, പഴത്തിൻ്റെ വില, ഫ്രൂട്ട്സിൻ്റെ വില, ഇതൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സത്യത്തിൽ മിൽമയുടെ പാല് മാത്രമാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ അങ്ങനെ പോകുന്നത്, വല്ലപ്പോഴും മാത്രം കൂടുന്നൊരു സംഭവം ഉള്ളത്. ബാക്കി എല്ലാം ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പിന്നെ കുക്കിംഗ് ഫ്യൂവലിൻ്റെ കാര്യം നമ്മൾ മറക്കരുത്. 4 കൊല്ലം മുമ്പ് ഉള്ളതിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടിയാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ വില. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ വില കുറയുമ്പോൾ വില കുറക്കാൻ പറ്റും. ആർക്ക്? ബിരിയാണി മാത്രം വിൽക്കുന്നവർക്ക്. അവർക്ക് ചിക്കൻ്റെ വില കുറയുമ്പോൾ കുറയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചോറ് മാത്രം വിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ മലപ്പുറത്ത് വളാഞ്ചേരിക്ക് അടുത്തോ മറ്റോ ബിരിയാണി മാത്രം വിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ചോറ് മാത്രം വിൽക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവർക്ക് പിന്നെ ആ ചോറിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ വില പറയുമ്പോൾ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു വൈഡ് റേഞ്ചിലുള്ള ഭക്ഷണം കൊടുക്കുന്ന 100-150 ഐറ്റം മെനുവിലുള്ള റെസ്റ്റോറൻറ്റിന് ജസ്റ്റ് 1 കിലോ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ പിന്നെ താറാവിൻ്റെ കോഴിയുടെ വില കുറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലോ വില കുറയ്ക്കാൻ പറ്റില്ല. പലപ്പോഴും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൈസും കൂടെ ആവറേജ് ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന 40%, 50% ചെന്ന് എത്തേണ്ടത്. എന്നാലല്ലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ
ഈ കോസ്റ്റിൽ ഒന്നും പെടുത്താത്ത പലവിധ അൺഎക്സ്പെക്റ്റഡ് ചെലവുകൾ റെസ്റ്റോറൻറ്റുകൾക്ക് ഉണ്ട്. ഇപ്പം ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും. കാരണം പി ഒ എസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറും എല്ലാം കൂടിയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ അപ്ഡേറ്റ്സ് ചില സമയത്ത് ചെയ്യേണ്ടി വരും. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് പൈസ വേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചു, ആ സമയത്ത് നമ്മൾ പൈസ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിന് കൊടുക്കുന്ന സംഭാവനകൾ മുതൽ പല 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 അൺഎക്സ്പെക്റ്റഡ് ചിലവുകളുണ്ട്. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഏതൊരു ബിസിനസ്സുകൾക്കും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ വില കുറയുമ്പോഴോ കൂടുമ്പോഴോ ഇത് മാറ്റൽ എളുപ്പമാവില്ല. അതായത് മത്തിക്ക് ഇന്നലെ കിലോയ്ക്ക് 80 രൂപയുണ്ടായിരുന്നു, ഇന്ന് 40 ഉള്ളൂ. പക്ഷെ മത്തി ഫ്രൈയുടെ വില കുറച്ചില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷെ മത്തി ഫ്രൈ മാത്രം വെക്കുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ശരി, അവർക്ക് ചെയ്യാം. കൂടുന്നതിനനുസരിച്ച് കൂട്ടാം, കുറയുന്നതിനനുസരിച്ച് കുറയ്ക്കാം. പക്ഷെ എല്ലാം കൂടെ പർച്ചേസ് ചെയ്തിട്ട് 100 കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഡെയിലി പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ഒരെണ്ണത്തിൻ്റെ 2 എണ്ണത്തിൻ്റെ വില കുറയ്ക്കാൻ പറ്റില്ല. കാരണം അതേ ദിവസം തന്നെ 2-3 ഐറ്റങ്ങളുടെ വില വേറൊരു സൈഡിൽ കൂടിയിട്ടുണ്ടോ, അതിന് കൂടുതൽ മേടിക്കാൻ പറ്റാത്തടത്തോളം ഒരെണ്ണത്തിന് കുറയ്ക്കാൻ പറ്റില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉത്തരം. ഗുഡ് ബൈ.